നമസ്തേ. ഗുരുവായൂർ ക്ഷേത്രം ജീവനക്കാർ കുറച്ചുകൂടി മാന്യമായി ഭക്തജനങ്ങളോട് പെരുമാറാൻ പഠിക്കുക. ഇല്ല എങ്കിൽ ഭക്തജനങ്ങൾ തന്നെ മാന്യത പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ വരും എന്ന് തന്നെ പറഞ്ഞ് ഈ വീഡിയോ ഞാൻ തുടങ്ങട്ടെ. ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവമാണ്. ഒരമ്മയും അവരുടെ കുടുംബവും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയിരുന്നു. അവർ ഞങ്ങളെ വിളിച്ചറിയിച്ചതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ക്യൂവിൽ നിന്ന് അവർ മേൽപ്പാലവും കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വാതിലിന് മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ ക്യൂ നിയന്ത്രിക്കാൻ നിന്നിരുന്ന ദേവസ്വം ജീവനക്കാരൻ ആ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരിയുടെ കയ്യിൽ കയറി പിടിച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടു. തിരക്ക് നിയന്ത്രിക്കാൻ ആകാം ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. എന്നിരുന്നാലും സാധാരണഗതിയിൽ പുരുഷ ജീവനക്കാർ ആരും തന്നെ സ്ത്രീ ഭക്തരെ ശരീരത്തിൽ തൊട്ട് ക്യൂവിൽ തടയാറില്ല. ഈ ഒരു അപ്രതീക്ഷിത സംഭവം ഇവരെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അവരുടെ അമ്മ ഈ ജീവനക്കാരനെ വഴക്കു പറയുകയും ചെയ്തു അത്രേ. അപ്പോൾ അയാൾ പറഞ്ഞത് ഒരുവിധ ദുരുദ്ദേശത്തോടെയും കൂടിയല്ല ഇങ്ങനെ ചെയ്തത് എന്നാണ്. അയാൾ പറഞ്ഞത് ഒരുപക്ഷെ ശരിയാകാം, എന്നാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ ഭക്തർ കയറി ചിലപ്പോൾ പെരുമാറി എന്ന് വരും. ക്യൂവിൽ നിൽക്കുന്നവരുടെ ശരീരത്തിൽ തൊടാതെ ക്യൂ നിയന്ത്രിക്കണം. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. ഇതുപോലെയുള്ള ഒരുപാട് തോന്നിയാസങ്ങൾ ക്ഷേത്രം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വരുന്നുണ്ട്. ഭക്തജനങ്ങളെ തള്ളി നീക്കുന്ന ഭാവത്തിൽ അവരുടെ മുതുകത്തൊക്കെ പിടിച്ചിടിച്ച് തള്ളുന്ന രീതിയിൽ ഭക്തരെ ഉപദ്രവിക്കുന്നതായി പല ഭക്തജനങ്ങളുടെയും പരാതികൾ ഈയിടെയൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ ദേഹത്ത് തൊടാൻ ഒരു കാവൽക്കാരനും അധികാരമില്ല. സ്ഥിരമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന എല്ലാ ഭക്തർക്കും തന്നെ ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയുകയും ചെയ്യാമായിരിക്കും. ഭക്തരോട് അവിടെ ഉള്ളവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നുക അവരുടെ തറവാട് വകയാണ് ഈ ഭഗവാന്റെ സന്നിധി എന്നാണ്. ഇവിടെ ശരിക്കും പറയേണ്ടത് ഇങ്ങനെയൊന്നുമല്ല, പക്ഷേ ഒരു മാന്യത, വേറൊരു ഭാഷ ഇവിടെ പറയാൻ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു VIP ആണ് ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതെങ്കിൽ അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഭഗവാനെ തൊഴാം, ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. സാധാരണ ഒരു ഭക്തനാണെങ്കിലോ മണിക്കൂറുകളോളം ക്ഷമയോടുകൂടി ക്യൂവിൽ നിന്നാണ് അവിടെ അവർ നടയ്ക്ക് മുന്നിലെത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ ഒന്ന് കണ്ണ് നിറയെ ഭഗവാനെ കാണാൻ പോലും അവർ സമ്മതിക്കില്ല. അതിനു മുന്നേ അവിടെ നിൽക്കുന്നവർ പിടിച്ച ഒരൊറ്റ തള്ളാണ്. ജീവനക്കാരനെ മാത്രം പറയുന്നത് എന്തിനാണ് അല്ലേ? ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി പോലും കാണിക്കുന്ന പ്രവൃത്തികൾ നമ്മളെല്ലാം കാണുന്നില്ലേ? നമ്മുടെ കേരളത്തിൽ മന്ത്രിയും തന്ത്രിയും എല്ലാം ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. തന്ത്രി ഈയിടെയായി കാണിക്കുന്ന പ്രവൃത്തികൾ ഓരോന്നും ക്ഷേത്രത്തിന്റെ ശുദ്ധിയെയും ശക്തിയെയും എല്ലാം ബാധിക്കുന്ന കാര്യങ്ങളായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രി എന്ന് പറഞ്ഞാൽ ദേവതയുടെ പിതൃസ്ഥാനീയനാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെ കാണിച്ചു കൂട്ടുന്ന ഈ പ്രഹസനങ്ങൾ നമ്മൾ ഭക്തജനങ്ങൾ കണ്ടു നിൽക്കേണ്ട കാര്യം ഒന്നും തന്നെയില്ല. ഇതിനെല്ലാം എതിരെ ശബ്ദം ഉയർത്തുക തന്നെ വേണം, നല്ല രീതിയിൽ പ്രതികരിക്കണം. നാമജപത്തിലൂടെയും നിയമപരമായും വേണം എന്ന് മാത്രം. ദൈവമില്ല എന്ന് പറയുന്ന സഖാക്കളുടെയും ജീവനക്കാരുടെയും ഗുണ്ടാവിളയാട്ടം അവസാനിപ്പിക്കാനായി ഇനിയെങ്കിലും ഭക്തജനങ്ങൾ ഉണരൂ എന്നാണ് പറയുവാനുള്ളത്.